ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഒരു ട്രാവലിങ്ങിലായിരുന്നു ട്രെയിനിൽ. ഞാനിപ്പോൾ ട്രാവൽ ചെയ്യാറുണ്ട് ട്രെയിനിൽ. അപ്പോൾ അതിലിങ്ങനെ ഒരാളിങ്ങനെ ട്രെയിനിലിങ്ങനെ നിൽക്കണുണ്ടായിരുന്നു. ജസ്റ്റ് ഞാൻ രാവിലെ പോകണം, അപ്പോൾ അതിങ്ങനെ പതുക്കെ നോക്കി ഒന്ന് ട്രേസ് ചെയ്തതാണ് കേട്ടോ. ഇത് എന്താ പറയുക, പുള്ളിയെ ഞാൻ കാണിച്ചില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ പതുക്കെ സമയം പോകണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രാക്ടീസും ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ പതുക്കെ ഒന്ന് ട്രേസ് ചെയ്ത് നോക്കിയതാണ്. കുറച്ച് മാർക്കിംഗ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ ഞാൻ ഫ്രീ ഹാൻഡാണ് ചെയ്തതെന്ന് വെച്ചത്. ഇപ്പോൾ ഇങ്ങനെ ഒന്ന് മാർക്കിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ കണ്ണിൻ്റെ സൈഡ് എത്തുമ്പോൾ എപ്പോഴും ചെറിയൊരു ഇതാണ്. അത്രയും കണ്ട് ഇതായിട്ടില്ല. ഞാൻ നമ്മൾ നിർത്തിയത്. ഈ പുള്ളി എനിക്ക് അറിയായിരുന്നു, പക്ഷേ ഞാനിത് കാണിച്ചില്ല. ഞാനിങ്ങനെ ഒരു റാൻഡം സ്കെച്ച് ചെയ്യണമല്ലോ നമ്മൾ. ശരിക്കും ഒരു സ്ട്രേഞ്ചർ നമ്മൾ സ്കെച്ച് ചെയ്യണമല്ലോ. നോക്കണമല്ലോ എത്രത്തോളം നമ്മൾ പഠിച്ച് അല്ലെങ്കിൽ എത്രത്തോളം പ്രാക്ടീസിങ് ശരിയാവുണ്ടെന്ന്. ആ ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ വരച്ചത്. പിന്നെ കുറച്ച് വീഡിയോസ് ഇടൽ കുറച്ച് കുറവാണ്, ഷോർട്സ് ഇടാറുണ്ട്. ഇപ്പോൾ ഒരു അടുത്ത ആഴ്ച തൊട്ട് കുറച്ച് വീഡിയോസ് ഇടാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എന്താണ് പ്രാക്ടീസിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആണെങ്കിൽ നമ്മൾ വരച്ചാൽ നമുക്കതിന് തൃപ്തി വരില്ല. അതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ പിന്നെ നമ്മൾ കുറേ കിടന്ന് ഇങ്ങനെ മായ്ച്ച് നമുക്കതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഫ്രീ ഹാൻഡ് നമുക്ക് പെട്ടെന്ന് ക്ലിക്കാവില്ല. അത് എൻ്റെ കാര്യമുണ്ട് ഞാൻ പറഞ്ഞത്. നേരെ കുറച്ച് എന്താ പറയുക, ചെറിയൊരു മാർക്കിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പോർഷൻ എടുത്ത് നോക്കി ഐ ആണെങ്കിൽ ഐയുടെ വശം മാത്രം നോക്കിയിട്ട് അവിടെ മാത്രം ഫോക്കസ് ചെയ്യാൻ പറ്റും. മാർക്കിങ്ങിൻ്റെ ഇടയിൽ തന്നെ ചെയ്താൽ മതിയല്ലോ. അത് നല്ലൊരു ഇതാണ്. പിന്നെ ഇത് കുറച്ച് ടൈം എടുത്ത് ഞാൻ ചെയ്തതാണ്. പിന്നെ ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മെത്തേഡുകളുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മെത്തേഡുകൾ. അത് ജസ്റ്റ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വരയ്ക്കുന്ന ആൾക്കാർ പുതിയ ലേണിംഗ് മെത്തേഡ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഒരു ഇത്. പിന്നെ കാർട്ടൂണുകൾ, അത് ഞാനൊരു ബ്ലെൻഡർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിലിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കുറച്ച് സ്വന്തമായിട്ട് ചെറിയ കാർട്ടൂൺസുകൾ എടുത്ത് വരയ്ക്കാൻ വിചാരിച്ചിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയൊന്നുമില്ല, പക്ഷേ ഞാൻ പറഞ്ഞ കുറച്ച് ടൈം എടുക്കും. നമ്മളിങ്ങനെ കുറേ വരയ്ക്കേണ്ടി വരും. വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ഓരോ പൊസിഷൻ നോക്കി നമുക്ക് എന്താ പറയുക, മുമ്പ് വരച്ചുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ, നമുക്ക് മുൻപ് വരച്ചുള്ള ഒനിയൻ സ്കിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് മുന്നേ വരച്ചുള്ള ഒരു സംഭവം നമുക്ക് പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഷെയ്ഡ് പോലെ കിട്ടുമ്പോൾ അത് വെച്ച് നമ്മൾ അടുത്ത ചെറിയൊരു മൂവ് മാറ്റം വരുത്തിയിട്ട് നമ്മൾ വരയ്ക്കണം. ക്ഷമ നല്ലോണം വേണം. എന്തായാലും വേണം എന്നുള്ള 100% ഉറപ്പാണ്. പിന്നെ നമുക്ക് ഇത് വേണം, എന്താ പറയുക, അതിലൂടെ ഇൻട്രസ്റ്റ് തന്നെ വേണം കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ സമയം കളയാൻ വേണ്ടി ചെയ്യരുത്. നമുക്കതിനോടൊരു ഇൻട്രസ്റ്റ് വേണം. ഇരുന്ന് മെനക്കണം എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ ഓക്കെ, നല്ലതാണ്. പിന്നെ
നമ്മളെത്ര ഞാനിപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാനിപ്പോൾ എത്ര തന്നെ പഠിച്ച് പെർഫെക്റ്റ് ആയാലും ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഇതുണ്ടാവും, കുറച്ചും കൂടി നന്നായിരുന്നെങ്കിൽ, കുറച്ചും കൂടി അതിന് കുറച്ചും കൂടി ടൈം കണ്ടെത്തി കുറച്ചും കൂടി ഫിനിഷിങ് ആക്കാൻ പറ്റും എന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാവും. അത് ശരിക്കും നല്ലതാണ്, ഒരു ലേണിംഗ് ഇതാണ്. ഒറ്റയടിക്ക് നമ്മൾ തീർത്ത് വിടുന്നില്ല, നമ്മൾ നോക്കി പിന്നെ ചെറിയ ചെറിയ അപാകതകൾ നോക്കി പിന്നെ ഇങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ. പിന്നെ പിന്നെ നമുക്ക് എൻ്റെ അഭിപ്രായത്തിലുണ്ടല്ലോ, ഒരു കുറച്ച് നേരമെങ്കിലും നമ്മൾ ഒരു മെഡിറ്റേഷൻ പോലത്തെ ഇത് ഫോക്കസിങ് അത് പ്രാക്ടീസ് ചെയ്യണം, നല്ലതായിരിക്കുന്നത് എൻ്റെ ഒരു സജഷൻ കേട്ടോ. കുറച്ച് നേരം മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഫോക്കസിങ്ങോ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഗെയിമോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ തോട്ട് എല്ലാം അതിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റിയ കുറച്ചും കൂടി വർക്ക് ഫിനിഷിംഗ് ആയിട്ട് വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. കാരണം നമ്മൾ ബേസിക്ക് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പഠിച്ച് സെറ്റാക്കി എടുത്തതുകൊണ്ടാണ് എനിക്കങ്ങനെ കുറേ തോന്നലൊക്കെ വന്നു കേട്ടോ. ഈ വരച്ച് ഓരോ ക്ലാസ്സിലൊക്കെ പോയി അറ്റൻഡ് ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതിനൊന്നും ഒരു ആവശ്യമില്ല. അവർ ഓൾറെഡി ഇതിൽ ഫിക്സഡ് ആയിരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഏകദേശം പുള്ളിയുടെ ഒരു ഔട്ട്ലൈൻ ആയിട്ടുണ്ട്. ഞാൻ മിക്ക ദിവസം പുള്ളിയെ ഇങ്ങനെ കാണാറുണ്ടായിരുന്നു ട്രെയിനിൽ വെച്ചിട്ട്. അങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചതാണ്. പിന്നെ നല്ലൊരു ക്യാമറ എന്തെങ്കിലും വേണം, അത് പുള്ളീനെ എടുത്ത് സെറ്റ് ചെയ്ത് ലൈവായിട്ട് കാണിച്ച് അതൊക്കെ ഒരു സെറ്റാക്കാൻ വേണ്ടി അല്ലേ, അപ്പോഴാണ് കുറച്ചും കൂടി ഇതുണ്ടാവുള്ളൂ. ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഈ അടുത്ത് പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യുന്ന ഡിജിറ്റൽ ആർട്ട് മാത്രമല്ല കേട്ടോ, എനിക്ക് വാട്ടർ കളറ് അതേപോലത്തെ കളർ ചെയ്യാൻ പെൻസിൽ ഡ്രോയിങ്ങാണല്ലോ ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കഥാപാത്രങ്ങളിപ്പോൾ പെൻസിൽ ഡ്രോയിങ്ങിൽ നിൽക്കുമ്പോൾ നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ല, ചെറുതായിട്ട് ഈ മനുഷ്യന് കുറച്ച് കളർ കൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടി ജീവൻ ഉള്ള ചിത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി. ഇതിപ്പോൾ നമ്മൾ നിഴൽ പോലെയാണല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതല്ലേ. പക്ഷേ ഓക്കെ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, ഏകദേശം പുള്ളിയുടെ ചായ പോലെ ഉണ്ട്. നമ്മൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് വരച്ച് സെറ്റാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, എനിക്കൊരു ലൈവ് പോർട്രേറ്റ് എടുക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. ജസ്റ്റ് വെറുതെ ഞാനത് വരയ്ക്കാൻ ഒരു കാരണമില്ല കേട്ടോ. ഇത് ഏകദേശം പുള്ളി ധനുഷിൻ്റെ ഒക്കെ ഒരു കട്ട് പോലെയാണ്. ഹാവ് എ നൈസ് ഡേ, ബൈ.